ആ മനോജേ. എങ്ങോട്ടാ അഷ്റഫ് രാവിലെ തന്നെ? മോളെ പെരയിലൊന്ന് പോണം. മോളെ പെരേന്റെ കുറ്റിയടിക്കല. മരുവൻ നാട്ടിലുണ്ടോ? ഇല്ല, ഓൻ കുവൈത്തിലാ. ആ നാസറിന്റെ അളിയനാണല്ലോ വരുന്നത്. പറഞ്ഞ മാതിരി ആ ചെങ്ങായാണല്ലോ. വല്ലാത്തൊരവസ്ഥ തന്നെ. എന്താ അഷ്റഫ് എടുക്കാങ്ങൾ രാവിലെ തന്നെ? ഞാനേ ടൗൺ വരെ ഒന്ന് പോണം. എന്താ പുതിയ പ്രശ്നം? എന്താ പറയാ മനോജേട്ടാ, ബാപ്പാനെ കൊണ്ട് ഞാൻ കുടുങ്ങി. ഒരു കാലത്തും പുരയിലിരിക്കാൻ സമ്മതിക്കൂല, ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ഇജ് ഏതായാലും നാസറിന്റെ അടുത്ത് പോലെ. എന്നാ ഈ പൈസ ഓന് കൊടുക്കേണ്ടി. അത് ഞാൻ കൊടുത്തോളാം, പൈസ ഞാൻ കൊടുത്തോളാം. എന്റെ പടച്ചോനെ, ഇത് 10,000 ഉറുപ്പിക ഉണ്ട്. ഞാനും ഞങ്ങോട്ട് വരണ്ടല്ലോ. മനോജ് കണ്ടിട്ട് കുറച്ചായല്ലോ. മനോജേട്ടന് അഷ്റഫ്ക്കേ എപ്പത്തി? ഞാൻ കുറച്ച് പണിയില്ലായിരുന്നു. ചായ എടുക്ക ഇരിക്കട്ടോ. ആയിക്കോട്ടെ. ഒരാഴ്ച സൈറ്റിലായിരുന്നു. അത് ശരി. പിന്നെ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ട് എത്തുക. പിന്നെ എങ്ങോട്ടും ഇറങ്ങാറും ഇല്ല. അല്ല, എവിടെ പോയി മറ്റേ കക്ഷി? ആര്? എന്റെ അളിയൻ ചങ്ങായി തന്നെ. അല്ല, ഈ മാസം ഏതായാലും ഇങ്ങോട്ട് എത്തിയിട്ടില്ല. എന്ത് വന്നില്ലെന്നോ? പടച്ചോനെ, പണി പാളിയോ? എന്ത് പറ്റി? നിനക്ക് തരാൻ വേണ്ടിട്ട് 10,000 ഉറുപ്പിക അഷ്റഫ് രാവിലെ ഓൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓന്റെ കയ്യിലോ? എന്റെ റബ്ബേ. ഞാൻ രാവിലെ മോളോടെ പോകാൻ നിൽക്കുന്നു. അപ്പോഴാണ് ഓൻ വരുന്നത് കണ്ടത്. അപ്പം നേരെ വൈകല്ലോ എന്ന് വിചാരിച്ച് ഓന്റെ കയ്യിൽ 10,000 ഉറുപ്പിക കൊടുത്തേൽപ്പിച്ച് അനക്ക് തരാൻ വേണ്ടിട്ട്. എന്താ മനേട്ടാ, സുഖല്ലേ? ആങ്ങളെ കാട്ടി പണി കണ്ടേജി. എനിക്ക് തരാൻ വേണ്ടി അഷ്റഫ് 10,000 ഉറുപ്പിക അവന്റെ കൈ കൊടുത്തീനി. ഓനും ഇല്ല, പൈസ ഇല്ല. പടച്ചറബേ, ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ ഇറങ്ങി ഓനെ പിടിച്ചാലേ കുറച്ചെങ്കിലും കിട്ടും. എന്നാ വരി. ഓനെ അങ്ങനെ വിട്ടാ പറ്റൂലല്ലോ. പടച്ചറബേ, ചെക്കൻ എന്തൊക്കെ കുരുത്തക്കാട് അത് ഒപ്പിച്ചു വെക്കുന്നത്. റംലേ, ഇങ്ങോട്ട് വന്നാ. വണ്ടി എവിടെ പോയി? അല്ല, വണ്ടിയാടെ എനിക്കും അറിയില്ലേ? ഇന്നലെ ഇവിടെ നിർത്തിയിട്ടല്ലേ? എന്താ നാസറേ രാവിലെ തന്നെ ഒച്ച ബഹളം? അഷ്റഫ് വണ്ടിയാണല്ലോ. അഷ്റഫ് വണ്ടി എവിടെ പോയി? രാത്രി ടൗണിൽ പോയി ഇവിടെ വെച്ചാണല്ലോ. ഈ എന്തായാലും സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്ക്. ഞാൻ ഒറ്റക്ക് പോയി ശരിയാവും അഷ്റഫ്. ഞാനേ ഷർട്ട് എടുത്തിട്ട് വരാം. ഞാനും കൂടെ വരാം. എന്നാ ആയിക്കോട്ടെ. എന്നാ വേഗം ചെല്ലി. ആയിക്കോട്ടെ, ഞാൻ പോയി നോക്കട്ടെ. മനോജ്, എങ്ങോട്ടാ രണ്ടാളും കൂടി രാവിലെ തന്നെ? സ്റ്റേഷനിലേക്കാ. എൻ്റെ വണ്ടി ഇന്നലെ കളവ് പോയി. ഏത്, നിന്റെ സ്കൂട്ടറാണോ? അതന്നെ. അതല്ലേ രാവിലെ തന്നെ സ്റ്റാർ കൺസൾട്ടന്റിലെ റഹീം എടുത്തുകൊണ്ടോയത്? വണ്ടിയുടെ അടവൊക്കെ തെറ്റിയിട്ടുണ്ടോ? അതിന് വണ്ടിക്ക് അടവ് വേണ്ടേ? അതൊക്കെ എന്നോ തീർന്നതാ. ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം. വണ്ടി എടുക്ക്. അതിൻ്റെ എന്താ നോക്കി ചെയ്യണം. ഓക്കെ, നോക്കാം. ഇന്നലെ ഇപ്പോൾ 3 വണ്ടിയാണ് ലിസ്റ്റിലുള്ളത്. അതെ, 2 ബൈക്കും ഒരു ഓട്ടോറിക്ഷയും. ഇന്നിപ്പോൾ എന്തെങ്കിലും കരീമിൻ്റെ ഒരു വണ്ടി കൂടെ ഉണ്ടാവില്ലേ? കരീം അടവ് തെറ്റിച്ചിട്ട് 3ാമത്തെ തവണയാ. എന്നാൽ ശരി റഹീംക്ക. ആയിക്കോട്ടെ, ഞാൻ അവരെ ഒന്ന് വിളിക്കാം. ശരി. ഇരിക്കി, എല്ലാവരും ഉണ്ടല്ലോ. ഇരിക്കി. എന്താ ഇപ്പം എല്ലാവരും കൂടി? അല്ല, എൻ്റെ വണ്ടി വീട്ടിൽ നിന്ന് എടുത്തിരുന്നോ? സ്കൂട്ടിയോ? അതെ. എന്താ പ്രശ്നം? 6 അടവ് തെറ്റി. കുറേ ഞാൻ വിളിച്ച്, ആരും എടുക്കുന്നില്ല. പിന്നെ വണ്ടി CC ചെയ്യാതല്ല മാർഗമില്ല. അതിന് എൻ്റെ വണ്ടിക്ക് എൻ്റെ അടുത്ത് നിന്ന് ആരാ ലോൺ എടുത്തത്? വണ്ടി ആരെ പേരില്ല? എൻ്റെ പെണ്ണുങ്ങൾ റംലിൻ്റെ പേരിൽ. എന്നാലേ ആങ്ങള ആരിസൈ 6 മാസം മുന്നേ 40,000 ഉറുപ്പികയും 1 വർഷത്തെ അടവിന് ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ട്. പടച്ച റബ്ബേ, 1 രൂപ പോലും തിരിച്ചടച്ചിട്ടില്ല. ഇപ്പം തെറ്റിയതും അടയ്ക്കാനുള്ളതും എല്ലാം കൂടെ 56,000 ഉറുപ്പിക ഉണ്ട്. പടച്ചോനെ. ഇനി വണ്ടി വേണമെങ്കിൽ തെറ്റിയതടക്കം 30,000 ഉറുപ്പിക അടയ്ക്കണം. വല്ലാത്തൊരു തൊന്തരവായല്ലോ.
അതിന് വണ്ടീൻ്റെ RC ഓണർ വരാതെ നിങ്ങളെങ്ങനെയാണ് പൈസ കൊടുക്കുക? ആരീസിൻ്റെ കൂടെ നിങ്ങളെ വൈഫുണ്ടായി. ആണോ? എന്തോ ഹോസ്പിറ്റൽ കേസാന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പൈസ വാങ്ങി. ഓളെ ഞാൻ കാണിച്ചു കൊടുക്കാം, വരിങ്ങള്. എന്തൊക്കെ ഉണ്ട് മനോജേട്ടാ? ആ നാസറിന്റെ അളിയൻ വല്ലാത്തൊരു ചങ്ങാതിയാ. അതൊന്നും പറയണ്ട ജോഷിയേട്ടാ, ഈ പണിയില്ലാത്ത സമയത്ത് അളിയനൊരു പണിയായി. അമ്മാതിരി അളിയന്മാരെ കിട്ടിയ കൈയും കാലും ഒഴിച്ച് മൂലയ്ക്കിടുക വേണ്ടത്. അത് അവരുടെ കുടുംബകാര്യല്ലേ ജോഷേട്ടാ, നമ്മളെന്തിനാ അതിനെക്കുറിച്ച് സംസാരിക്കണേ? എന്നാ പിന്നെ കുറച്ച് പൈസ ഉണ്ടാക്കി നിങ്ങൾ അവന് കൊണ്ടുപോയി കൊടുക്ക്. വലിയ ചങ്ങാതിമാരല്ലേ. ആ എന്തൊക്കെയാ ജോഷിയേട്ടാ, ഒരു ചായ? ഇപ്പൊ എടുക്കാം. എന്തേ മനോജേട്ടാ, നമ്മൾ ആ നാസറിൻ്റെ അടിയൻ്റെ കാര്യം? അക്കാര്യം തന്നെ ഞങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വല്ലാത്തൊരു അവതാരം തന്നെ ആ ചങ്ങായി. ഇത്ര കാലമായിട്ട് എനിക്കിത് നാസറിനോട് പറയായിരുന്നില്ലേ? അതിപ്പം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അക്കാര്യം അത്രക്ക് അങ്ങോട്ട് ആലോചിച്ചില്ല. കേൾക്കണോ റഹീമേ, ഒരു പണിക്കും പോകില്ല ചങ്ങായി. മാസാമാസം ഇവിടെ വന്നിട്ട് ഓരോ വേല ഒപ്പിച്ച് പോവുക പണിയവന്. മനോജേട്ടാ, ആരാ വരുന്നത് നോക്കിയാണി? ഹാ പടച്ചോനെ, നാസറിൻ്റെ കയ്യിലേറ്റ കിട്ടിയാലുണ്ടല്ലോ. ആ എല്ലാവരും ഉണ്ടല്ലോ, എന്താ പരിപാടി? ഞാനൊന്ന് ഇരിക്കട്ടെ. ആ ഈ ഇരിക്കല്ലേ, വാ ഒരു കാര്യം പറയാനുണ്ട്. ഹായ് ഹായ്, എൻ്റെ ബാഗൊന്നും എടുക്കട്ടെ. ആ എന്താ പ്രശ്നം? പ്രശ്നമൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാം, ഇതൊന്നും ഇങ്ങോട്ട് വാ. ഈ എന്തൊരു മനുഷ്യനാടോ, ഒന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ പടച്ചോനെ, എന്നാലും നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യോ? നിങ്ങൾ അളിയനോട് എന്തെങ്കിലും പറഞ്ഞ ഒരു 10,000 റുപ്യ എനിക്ക് വാങ്ങി തരും. ഞാൻ ഏലെങ്കിലും പോയിക്കോളാം. ഈ ചെലക്കാതെ പോയിക്കോ, അവന്റെ കൺമുന്നിൽ എന്നെ കണ്ടുകൊണ്ടാ. നിങ്ങൾ എന്ത് പണിയാണ് പോയി കാണിച്ചത്? അളിയന്മാരോടൊക്കെ ഇങ്ങനത്തെ പണി ചെയ്യാൻ പാടുണ്ടോ? ഞാനെന്താ ചെയ്ത്? എന്തായാലും ഈ വന്ന വഴിക്ക് പോവാൻ നോക്ക്. ഔ നല്ല പൈപ്പുണ്ട്, ഞാൻ താത്തൻ്റെ വീട്ടിൽ പോയി എന്തെങ്കിലും തിന്നിട്ട് വരാം. നാസറതാ വരുന്ന, ഈ താഴെ ഇറങ്ങി ഒളിച്ചിക്കാൻ നോക്ക്. ഹായ് ആലാക്ക്. ആ എല്ലാരും ഉണ്ടല്ലോ, എന്താ പരിപാടി? ഞങ്ങളെ നിങ്ങൾ അളിയൻ്റെ കാര്യം പറഞ്ഞിരിക്കേനി. അളിയൻ ഞങ്ങളവനെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ. തൽക്കാലം ഈ അങ്ങോട്ട് പോകണ്ട നാസറെ, അതിനുള്ള വഴി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അന്നത്തെ വിളിച്ചിരുന്നവന് ഇനിയൊന്നും വിളിച്ചില്ല. ആളിവിടെ ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ടാ നമുക്ക് എവിടെ? എന്നിട്ട് നിങ്ങളാരും എന്നോട് പറഞ്ഞേ? തൽക്കാലം ഈ അവിടെ നിൽക്ക്. എന്നിട്ട് ഓൻ എവിടെ? എനിക്ക് ഓനൊന്ന് കണ്ടാ മതി. ഈ ഓനൊന്നും കാട്ടരുത്. ആളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം, ഇതൊരു പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഈ ഒന്ന് സമാധാനപ്പെടും. എന്തായാലും നിന്റെ അളിയനല്ലേ, ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനിയൊന്നും അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഉറപ്പും തന്നിട്ടുണ്ട്. അടി കിട്ടേണ്ട പണി തന്നെയാണ് ഓൻ ഒപ്പിച്ചത്. ഒരു നല്ല തല്ലിന്റെ കുറവുണ്ട്. ദാ, പിടിക്കടാ അവനെ. അളിയൻ നിക്കടാ അവിടെ. ഇതൊക്കെ നഷ്ടമായവരോട് എനിക്ക് ഇതെന്താ ഉണ്ടായിരുന്നത്. നിക്കടാ അവിടെ. നിങ്ങളെ കിട്ടി വണ്ടിയിൽ അടമടച്ചിട്ട് പോടാ. നിക്കടാ, നിക്ക്. ഈ മനുഷ്യന്മാർക്ക് നിക്കടാ അവിടെ. ഒരെണ്ണം ചെണ്ടാക്കിയോളാം. നിക്ക്, മര്യാദയ്ക്ക് അടങ്ങുന്നോ. കോളം നിക്കടാ അവിടെ. അവിടെ നിക്ക്. നിക്കടാ അവിടെ. ആ വെള്ളത്തിൽ വെച്ച് വാടാ, 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 നിക്ക്. വാടാ, ഈ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ ഈ. ടാ. അളിയനാ. ചേമ്പിൽ നിങ്ങളിന്റെ അളിയനല്ല അളിയാ, കാട്ടിക്കൂട്ടണ്ട. നല്ല അളിയാ. വേണ്ട വേണ്ട വേണ്ട, അവനെ തല്ലണ്ട തല്ലണ്ട തല്ലണ്ട.